ബാബറി മസ്ജിദ് തകർത്തിട്ട് 33 വർഷം തികയാൻ പോവുകയാണ്. ഈ ഡിസംബർ 6 അതിൻ്റെ വാർഷിക ദിനമാണ്. അന്ന് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ ഈ ബാബറി മസ്ജിദിന് വേണ്ടി തറക്കല്ലിടും പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MLA ആണ്. ശരിക്കും ഈ ഡിസംബർ 6 ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ നടത്തും, സ്ഫോടനം നടത്തും എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പ്രചരിച്ചതാണ്. സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തുക? ഇതിപ്പോ തൃണമൂലിൻ്റെ, അതായത് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അടുത്ത കൊല്ലം. കേരളത്തിലും തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തൃണമൂലിൻ്റെ MLA ഹുമയൂൺ കബീറാണ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 6 അവിടെ ബാബറി മസ്ജിദിന് കല്ലിടുന്നത്. ഇത് ഇയാൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡിസംബർ 6 അടുത്തു വന്നപ്പോൾ ഇത് കല്ലിടുന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കുകയാണ് അവിടെ. ഇതിനു മുമ്പ് അവിടെ ഈ പുരി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുത്വ സ്വന്തം നിലയ്ക്കും കൈകാര്യം ചെയ്യാമെന്ന് കണ്ടിട്ടാണ് ഒരു അമ്പലം പണിതത് അവിടെ കഴിഞ്ഞ കൊല്ലം. ഇപ്പം ഇയാൾ പറയുകയാണ് ബാബറി മസ്ജിദ് തന്നെ അവിടെ പണിയും എന്നാണ്. ഇത് മുർഷിദാബാദ് ഒരു മുസ്ലിം സ്വാധീന മേഖലയാണ്. അവിടെ ബെൽദംഗ എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ ബാബറി മസ്ജിദ് പണിയാൻ പോകുന്നത്. ഡിസംബർ 6 കല്ലിടും. 3 വർഷത്തിൽ ഇതിൻ്റെ പണി തീരും. അപ്പോൾ 2024 ഡിസംബർ 12 കഴിഞ്ഞ കൊല്ലം ഡിസംബർ 14 ഇയാൾ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. അത് അന്ന് അധികം പേരും ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഡിസംബർ 6 കല്ലിടാൻ പോവുകയാണ്. 2 ലക്ഷം പേര് പങ്കെടുക്കും എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം നേതാക്കളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. 400 വിശിഷ്ട വ്യക്തികൾ വേദിയിലുണ്ടാവും എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.